പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിലെ ഗ്ലിംസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിൻ്റെ നേർക്കാഴ്ചകൾ. അപ്പോൾ ഒന്നാമത്തെ ബ്ലോക്ക് ഗ്ലിംസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്, ആശയവിനിമയത്തിൻ്റെ നേർക്കാഴ്ചകൾ. ആ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിലേക്കുള്ള ഒരു ആമുഖം എന്ന ഒന്നാമത്തെ യൂണിറ്റാണ് നാം ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നാം പാഠത്തിൽ പ്രത്യേകം പഠിക്കേണ്ട കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ, എൻകോഡിംഗ്, ഡീകോഡിംഗ്, സെൻഡർ, റിസീവർ, മെസ്സേജ്. ആദ്യമായി പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ പറയുന്നത് ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ originates from the Latin word communicare. കമ്മ്യൂണിക്കേഷൻ എന്ന വാക്ക് ലാറ്റിൻ പദമായ കമ്മ്യൂണിക്കേറിൽ നിന്ന് അത് ഉത്ഭവം കൊണ്ടതാണ്. വിച്ച് മീൻസ് ടു ഷെയർ. അതിൻ്റെ അർത്ഥം എന്താണ്? അത് പങ്കിടുക, ടു ഷെയർ, പങ്കിടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഡെഫിനിഷനാണ് പിന്നീട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഇൻഫർമേഷൻ ഈസ് exchanged between individuals using a common system of symbols, signs, gestures or behavior. എന്ന് വെച്ചാൽ ഇതിൻ്റെ നിർവചനം നമുക്ക് പറയാൻ കഴിയുന്നത് ചിഹ്നങ്ങൾ, അടയാളങ്ങൾ, ആംഗ്യങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റം എന്നിവയുടെ ഒരു പൊതു സംവിധാനം ഉപയോഗിച്ച് വ്യക്തികൾക്കിടയിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇത്. The aim of communication is to put access the ideas, thoughts and feelings in the mind of a person to others. ആശയങ്ങൾ, ചിന്തകൾ, വികാരങ്ങൾ എന്നിവ ഒരു വ്യക്തിയിൽ നിന്നും മറ്റുള്ളവരിലേക്ക് കൈമാറുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പിന്നെ പറയുന്നത് നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഹ്യൂമൻ ബീയിങ്സ് ആർ നാച്ചുറലി ഗ്രിഗേറിയസ് സോഷ്യൽ ആനിമൽസ് ആസ് സ്റ്റേറ്റഡ് ബൈ അരിസ്റ്റോട്ടിൽ. മനുഷ്യർ സ്വാഭാവികമായും കൂട്ടം കൂടുന്നവരാണ്. സോഷ്യൽ ആനിമൽ എന്നാണ്, സാമൂഹ്യ മൃഗങ്ങൾ എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അവർക്ക് ഭൗതിക വസ്തുക്കളെയും ആന്തരിക ചിന്തകളുടെയും പങ്കിടൽ ആവശ്യമായ ഒരു സാമൂഹ്യ മൃഗങ്ങൾ എന്നാണ് അരിസ്റ്റോട്ടിൽ മനുഷ്യരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ two-way process requiring the active participation of all agents involved to be effective, involving a sender, message, receiver and feedback. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നതിന് അല്ലെങ്കിൽ ഫലപ്രദമാകുന്നതിന് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഏജൻറ്റുമാരുടെയും സജീവ പങ്കാളിത്തം ആവശ്യമുള്ള ഒരു ദ്വിമുഖ പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതാണ് അവിടെ ആരൊക്കെ ഉണ്ടാകണം? അയച്ചയാൾ ഉണ്ടാകണം, സന്ദേശം ഉണ്ടാകണം, മെസ്സേജ് ഉണ്ടാകണം, അതേപോലെ സ്വീകർത്താവ്, റിസീവർ ഉണ്ടാകണം, അതേപോലെ ഫീഡ്ബാക്ക് എന്നിവ ഉൾപ്പെടുന്ന കാര്യമാണ്.
പിന്നീട് പറയുന്നത് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷനാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ്റെ ആശയവിനിമയത്തിൻ്റെ സംക്ഷിപ്തമായ ചരിത്രം. അവിടെ എന്തൊക്കെയുണ്ട്? പ്രീഹിസ്റ്റോറിക് ടൈംസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏർലി ഹ്യൂമൻ യൂസ്ഡ് ഗസ്റ്റേഴ്സ്, സൗണ്ട്സ് ആൻഡ് ദ മിററിംഗ് ഓഫ് എക്സ്പ്രഷൻ. പുരാതന കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് ആംഗ്യങ്ങളും സൗണ്ടുകളും അതേപോലെ എക്സ്പ്രഷനുകളുമൊക്കെ ആംഗ്യത്തിലൂടെയായിരുന്നു അവരുടെ എക്സ്പ്രഷനൊക്കെ പ്രകടിപ്പിച്ചിരുന്നത്. മിററിംഗ് ഓഫ് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ ഭാവങ്ങളുടെ പ്രതിഫലനം. അതിലൂടെയായിരുന്നു അവർ ആശയവിനിമയം കൈമാറിയിരുന്നത്. പിന്നീട് വരുന്നത് പുരാതന നാഗരികതകളാണ് വരുന്നത്. ആൻഷ്യൻ സിവിലൈസേഷൻ. അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്ഡ് ത്രൂ ക്യൂണിഫോം hieroglyphs and writing on stones, rock until the discovery of papyrus. അപ്പോൾ പുരാതന നാഗരികതകളിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്? ക്യൂണിഫോമും അതേപോലെ ഹൈറോഗ്ലിഫ്സും കല്ലുകളിലും പാറകളിലും എഴുതൽ എന്നിവയിലൂടെയാണ് എഴുത്ത് ആശയവിനിമയം പരിണമിച്ചത്. ഏതുവരെ? പാപ്പറസ് എന്ന കണ്ടെത്തുന്നത് വരെ. മേജർ മൈൽ സ്റ്റോൺസായി പറയുന്നത് ചൈനയിലെ പേപ്പറിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു. ദ ഇൻവെൻഷൻ ഓഫ് പേപ്പർ ഇൻ ചൈന വാസ് എ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ചൈനയിലെ പേപ്പറിൻ്റെ കണ്ടുപിടുത്തമാണ് ഒരു പ്രധാന നാഴികക്കല്ല് ആയി മാറിയത്. ഇപ്പോൾ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള പ്രാഗ് പോസ്റ്റ് സേവനങ്ങളുടെ ചരിത്രപരമായ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലോകത്തിലെ അവസാനത്തെ പ്രാഗ് പോസ്റ്റ് സേവനം ഇന്ത്യയിലെ ഒഡീഷയിലാണ് സംഭവിച്ചത്. പ്രത്യേകിച്ച് കട്ടക്കിൽ പോലീസ് വകുപ്പാണ് ആചാരമായ ആവശ്യങ്ങൾക്കായി ഇത് പരിപാലിച്ചു കൊണ്ടിരുന്നത്. പിന്നെ വേറെ പറയുന്നത് അച്ചടിശാലയുടെ കണ്ടുപിടുത്തമാണ്. ആധുനിക സാങ്കേതിക പുരോഗതി ഉണ്ടായി. ആധുനിക സാങ്കേതിക പുരോഗതി എന്തൊക്കെയായിരുന്നു? ഫോട്ടോഗ്രാഫി, ടെലിഗ്രാഫ്, ഫാക്സ്, റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ് എക്സെട്ര. ഇപ്പോൾ ഫോട്ടോഗ്രാഫി, ടെലിഗ്രാഫ്, ഫാക്സ്, റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റൊക്കെ പുതിയ ആധുനിക സാങ്കേതിക പുരോഗതി ഉണ്ടായ കാര്യങ്ങളാണ്. അങ്ങനെ എന്ത് ചെയ്തു? ഒരു ആഗോള ഗ്രാമം ആക്കി മാറ്റുന്നു. ഗ്ലോബൽ വില്ലേജ്, ലൈക്ക് എ ഗ്ലോബൽ വില്ലേജ്. ഇനി പറയുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. ആശയവിനിമയ തരംഗങ്ങൾ. ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ, വൺ വേ, ടു വേ. അപ്പോൾ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ നടന്നത് രണ്ട് മാർഗത്തിലാണ്. വൺ വേ, ടു വേ എന്ന പ്രോസസ്സിലൂടെയാണ് ഇൻഫോർമേഷൻ്റെ ഫ്ലോ നടന്നത്. അപ്പോൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ഫ്ലോസ് എക്സ്ക്ലൂസീവ്ലി ഫ്രോം ദ സെൻഡർ ടു ദ റിസീവർ വിത്തൗട്ട് എനി സ്കോപ്പ് ഫോർ ഫീഡ്ബാക്ക്. എക്സാമ്പിൾ, റീഡിങ് എ ബുക്ക്. വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്കിന് യാതൊരു സാധ്യതയുമില്ലാതെ
വിവരങ്ങൾ അയച്ചയാളിൽ നിന്ന് സ്വീകർത്താവിലേക്ക് മാത്രം ഒഴുകുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ. ടു വേ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഇൻ വിച്ച് ബോത്ത് ദ സെൻഡർ ആൻഡ് റിസീവർ ആർ ഇൻവോൾവ്ഡ് ഇൻ ട്രാൻസ്മിറ്റിംഗ് ഇൻഫോർമേഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഫോർ ഇൻസ്റ്റൻസ്, ഇൻസ്റ്റൻസ് മെസ്സേജിംഗ് ഈസ് എ ഫോം ഓഫ് ടു വേ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കക്ഷികളും വിവരങ്ങൾ കൈമാറുന്ന ഒരു കൈമാറ്റം ഉൾപ്പെടുന്നു. ഉദാഹരണം പറഞ്ഞാൽ തൽക്ഷണ സന്ദേശം അയക്കൽ. ടു വേ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഇവിടെ പറഞ്ഞത്. പിന്നെ ഈ ടു വേ കമ്മ്യൂണിക്കേഷനാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഏത് കമ്മ്യൂണിക്കേഷനാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയപ്പെടുന്നത്. ആൻസർ ടു വേ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ടു വേ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻ ഫോളോസ്. ഇപ്പോൾ രണ്ട് രീതിയിലാണ് ടു വേ കമ്മ്യൂണിക്കേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സിമെട്രിക് സമമിതി എന്നും അസിമെട്രിക് അസമമിതി എന്നും രണ്ട് രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടു വേ കമ്മ്യൂണിക്കേഷന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നത്. വെൻ ദ പാർട്ടീസ് ഇൻവോൾവ്ഡ് ആർ ഈക്വൽ. ഫോർ ഇൻസ്റ്റൻസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ യുവർ ഫ്രണ്ട് ആൻഡ് യു. അപ്പോൾ സിമെട്രിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉൾപ്പെട്ട കക്ഷികൾ പദവി ശക്തിയിൽ തുല്യരാണ്. ഉദാഹരണം സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണം. അസിമെട്രിക് എന്ന് പറഞ്ഞാലോ വെൻ വൺ പാർട്ടി ഇൻവോൾവ്ഡ് ഹാസ് മോർ പവർ ഓർ ഇറ്റ് ഈസ് ഡോമിനൻറ്റ്. ഫോർ ഇൻസ്റ്റൻസ് എ ടീച്ചർ ഗിവിംഗ് എ ലെക്ചർ. അപ്പോൾ അസിമെട്രിക് എന്ന് പറഞ്ഞാൽ ഒരു കക്ഷിക്ക് കൂടുതൽ അധികാരമുണ്ട് അല്ലെങ്കിൽ ആധിപത്യം പുലർത്തുന്നു. ഉദാഹരണം പ്രഭാഷണം നടത്തുന്ന ഒരു അധ്യാപകൻ. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. ആശയവിനിമയത്തിൻ്റെ രീതികളെക്കുറിച്ച്. വെർബൽ കമ്മ്യൂണിക്കേഷൻ, വാക്കാലുള്ള ആശയവിനിമയം. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ലാംഗ്വേജ് ഫോർ ദ പർപ്പസ് ഓഫ് കൺവീനിങ് ദ ഇൻറ്റൻഡ് മെസ്സേജസ്. ഇൻക്ലൂഡ്സ് കമ്മ്യൂണിക്കേഷൻ ഇൻ സ്പോക്കൺ, ഓറൽ ആൻഡ് റിട്ടൺ ഫോംസ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച സന്ദേശം കൈമാറാൻ ഭാഷ ഉപയോഗിക്കുന്നതാണ്. ഇനി ഓറൽ ആയിട്ടുള്ള വാക്കാലുള്ള ആശയവിനിമയം എന്താണ്? അത് മുഖാമുഖ ചാറ്റുകൾ, ഫോൺ കോളുകൾ, വോയിസ് നോട്ടുകൾ മുതലായ വഴി സംസാരിക്കുന്ന വാക്കുകളാണ്. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ടെലിഫോണിക് കൺവെർസേഷൻ ആൻഡ് വോയിസ് നോട്ട്സ്. പിന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് this form for communication involves the exchange of information in the written form. ഇപ്പോൾ എന്താണ്? അത് എഴുത്താനുള്ള കമ്മ്യൂണിക്കേഷനാണ്. A wide range of forms use the written word as the medium. Emails, texts, letters, reports, SMS, post and social media platforms, documents, handbooks, posters and flyers. ഇപ്പോൾ മെയിലുകൾ, കത്തുകൾ, ടെക്സ്റ്റുകൾ, റിപ്പോർട്ടുകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, ഹാൻഡ് ബുക്കുകൾ, ഫ്ലയറുകൾ തുടങ്ങിയ ലിഖിത രൂപങ്ങളുടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിവരങ്ങളാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അടുത്തത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. വാക്യേതര ആശയവിനിമയം. അപ്പോൾ ഇതിൽ പറയുന്നത് വാക്കുകൾ കൈമാറാതെ സന്ദേശങ്ങൾ കൈമാറുന്നു. അപ്പോൾ റിലേസ് മെസ്സേജ് വിത്തൗട്ട് എക്സ്ചേഞ്ചിങ് വേർഡ്സ്. അതിൽ പറയുന്നതാണ് വിഷ്വൽ ആൻഡ് സിംബോളിക് കമ്മ്യൂണിക്കേഷൻ. Then using symbols, drawings, placard, traffic lights and illustrations. വിഷ്വൽ എന്ന് പറഞ്ഞാൽ ദൃശ്യപരമായിട്ടുള്ള, സിംബോളിക് എന്ന് പറഞ്ഞാൽ പ്രതീകാത്മകമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസുകളാണ്. അപ്പോൾ എന്താണ്? ചിഹ്നങ്ങൾ, ഡ്രോയിങ്ങുകൾ, പ്ലക്കാർഡുകൾ, ട്രാഫിക് ലൈറ്റുകൾ, ചിത്രീകരണങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ്
ഈ കമ്മ്യൂണിക്കേഷനുകൾ നടക്കുന്നത്. അടുത്തത് ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. സപ്ലിമെൻറ്റഡ് ത്രൂ ബോഡി ലാംഗ്വേജസ്, ഗസ്റ്റേഴ്സ്, facial expressions, tone, posture, stance, touch, eye contact, and proxemics, physical distance maintained between communicators. ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരീരം ഉപയോഗിച്ചിട്ടുള്ള ഭാഷയാണ്. ശരീരഭാഷ, ആംഗ്യങ്ങൾ, മുഖഭാവങ്ങൾ, സ്വരം, ഭാവം, നിലപാട്, സ്പർശനം, കണ്ണ് സമ്പർക്കം. അതേപോലെ പ്രോക്സമിക്സ് എന്ന് പറഞ്ഞാൽ ആശയവിനിമയം നടത്തുന്നവർക്കിടയിൽ ശാരീരിക അകലം പാലിക്കലിനാണ് പ്രോക്സമിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ എന്നിവയിലൂടെ അനുബന്ധമായി നിൽക്കുന്നതാണ് ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അടുത്തത് മേജർ സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയത്തിൻ്റെ പ്രധാന ശൈലികൾ. ഒന്ന് അഗ്രസീവ്, ആക്രമണാത്മകം. അടുത്തത് പറഞ്ഞാൽ പാസീവ് എന്നാണ് പറയുന്നത്, നിഷ്ക്രിയമായി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അഗ്രസീവ് എന്താണെന്ന് നോക്കാം. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എക്സിബിറ്റിംഗ് സ്ട്രോങ് ഹോസ്റ്റൈൽ എമോഷൻസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ റൈസ്ഡ് വോയിസ്, ഷൗട്ടിംഗ്, ഗസ്റ്റേഴ്സ്, റിഫ്ലക്റ്റിംഗ്, ആങ്കർ, ഇറിറ്റേഷൻ, dominance and threats. It offers no scope for constructive feedback. അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശക്തമായ ശത്രുതാപരമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നവയാണ്. ഉയർന്ന ശബ്ദം, ആക്രോശം, കോപം, പ്രകോപനം, ആധിപത്യം, ഭീഷണികൾ എന്നിവ പ്രതിഫലിപ്പിക്കുന്ന ആംഗ്യങ്ങൾ എന്നിവയാൽ ഇത് സവിശേഷതയാണ്. ഇത് സൃഷ്ടിപരമായ ഫീഡ്ബാക്കിന് സാധ്യത നൽകുന്നില്ല. അടുത്തത് പാസീവാണ്. ദ റിസീവർ ആക്സെപ്റ്റ്സ് എവരിത്തിങ് ഇൻ സൈലൻസ് even if they disagree with the ideas. It shows a lack of confidence in the person who easily yields to the other person, and it may be due to indifference or to a word confrontation. It is not be a healthy practice to passive in communication, as it can lead to long-term issues like anger, build-up, stress, etc. അപ്പോൾ പാസീവ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ആശയങ്ങളോട് വിയോജിച്ചാലും സ്വീകർത്താവ് എല്ലാം നിശബ്ദമായി സ്വീകരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഇത് ആത്മവിശ്വാസക്കുറവ് കാണിക്കുന്നു. ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ എളുപ്പത്തിൽ വഴങ്ങുന്നു. അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ കാരണം കോപം വർദ്ധിക്കുന്നത് പോലുള്ള ദീർഘകാല പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും. അടുത്തതാണ് പാസീവ് അഗ്രസീവ്, നിഷ്ക്രിയ ആക്രമണാത്മകപരമായ കമ്മ്യൂണിക്കേഷൻ. പാസീവ് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് അപ്പിയർ പാസീവ് ഓൺ ദ സർഫസ് ബട്ട് എക്സ്പ്രസ് ദെയർ ഡിസഗ്രിമെൻറ്റ്സ്, റിസെൻറ്റ്മെൻറ്റ്സ് ഇൻ സബ്റ്റൽ ഇൻഡയറക്റ്റ് വേസ്. എക്സാമ്പിൾ, muttering to oneself, sulking, spreading rumors, giving back-handed compliments, or using the silent treatment. അപ്പോൾ ഇതിൽ വ്യക്തികൾ ഉപരിതലത്തിൽ നിഷ്ക്രിയരായി കാണപ്പെടുന്നു, പക്ഷേ അവരുടെ വിയോജിപ്പുകൾ നീരസവും സൂക്ഷ്മവും പരോക്ഷവുമായ രീതികളിൽ പ്രകടിപ്പിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, സ്വയം പിടിപെടുക്കുക, മുറുമുറുക്കുക, അതേപോലെ കിംവദന്തികൾ പ്രചരിപ്പിക്കുക, പുറം കൈകൊണ്ട് അഭിനന്ദനങ്ങൾ നൽകുക, അല്ലെങ്കിൽ നിശബ്ദ ചികിത്സ ഉപയോഗിക്കുക. അടുത്തത് അസർട്ടീവാണ്. The most effective style. The individual clearly and openly express their feelings, ideas, and needs while remaining respectful and considerate of others. There is no domination, leaving zero room for misunderstanding. അസർട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉറപ്പിച്ച് പറയുന്നൊരു കാര്യമാണ്. ഏറ്റവും ഫലപ്രദമായ ശൈലി. ഞാൻ ഇതിൻ്റെ പ്രധാന നോട്ട്സ് മാത്രമേ വായിക്കുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ മറ്റുള്ളവരോട് ബഹുമാനവും പരിഗണനയും പുലർത്തിക്കൊണ്ട് വ്യക്തി അവരുടെ വികാരങ്ങൾ, ആശയങ്ങൾ, ആവശ്യങ്ങൾ എന്നിവ വ്യക്തമായും പരസ്യമായും പ്രകടിപ്പിക്കുന്നു. തെറ്റിദ്ധാരണയ്ക്ക് ഇടമില്ലാത്തതിനാൽ ആധിപത്യമില്ല. അടുത്ത രണ്ട് പ്രധാന പ്രക്രിയകളെക്കുറിച്ചാണ് പറയുന്നത്: എൻകോഡിങ്ങും ഡീകോഡിങ്ങും. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻകോഡിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ സെൻഡർ ക്രിയേറ്റ്സ് ദ മെസ്സേജ്. അയച്ചയാൾ ചിന്തകൾ, ആശയങ്ങൾ അല്ലെങ്കിൽ മാനസിക ആശയങ്ങൾ എന്നിവ പ്രക്ഷേപണത്തിന് മുമ്പ് ചിഹ്നങ്ങൾ, കോഡുകൾ, വാക്കുകൾ അല്ലെങ്കിൽ ആംഗ്യങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഡീകോഡിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ റിസീവർ understands the codes and gets the meaning of the message. സന്ദേശത്തിൻ്റെ അർത്ഥം വേർതിരിച്ചെടുക്കുന്നതിന് സ്വീകർത്താവ് പ്രക്ഷേപണം ചെയ്ത കോഡുകൾ, ചിഹ്നങ്ങൾ വ്യാഖ്യാനിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണമായി പറയുന്നത്, ഇംഗ്ലീഷ് മനസ്സിലാകാത്ത ഒരു കാൽനടക്കാരനോട് ഒരു വിനോദസഞ്ചാരി ഇംഗ്ലീഷ് വഴി ചോദിച്ചാൽ കാൽനട യാത്രക്കാരന് സന്ദേശം ഡീകോഡ് ചെയ്യാൻ കഴിയില്ല. ഇത് ആശയവിനിമയം പൂർണ്ണമായും ഫലപ്രദമല്ലാതാക്കുന്നു. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് റീക്യാപ്പും അതേപോലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കമ്മ്യൂണിക്കേറ്റ് ടു ഷെയർ, പങ്കിടുക എന്നർത്ഥമുള്ള ലാറ്റിൻ ഭാഷമായ കമ്മ്യൂണിക്കേഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന പദമുണ്ടായത്. എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. സെൻഡർ, മെസ്സേജ്, റിസീവർ, ഫീഡ്ബാക്ക്. ഹിസ്റ്ററി, ജസ്റ്റേഴ്സ്, ഓറൽ, റിട്ടൺ, പ്രിൻ്റ്, വിഷ്വൽ, ഇൻഫോർമേഷൻ ടെക്നോളജി. ഇപ്പോൾ അഗ്രസീവ്, പാസീവ്, പാസീവ് അഗ്രസീവ്, അസർട്ടീവ്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ: വൺ വേ, ടു വേ, സിമെട്രിക്, അസിമെട്രിക്. പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ: എൻകോഡിംഗ്, ഡീകോഡിംഗ്. പരീക്ഷയ്ക്ക് എൻകോഡിങ്ങോ അല്ലെങ്കിൽ ഡീകോഡിങ്ങോ ചോദിക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ അത് പഠിച്ചു വെക്കുക. നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ആൻസർ: ലാറ്റിൻ കമ്മ്യൂണിക്കേറ്റ് ടു ഷെയർ. ഇപ്പോൾ പങ്കിടുക എന്നർത്ഥമുള്ള ലാറ്റിൻ പദമായ കമ്മ്യൂണിക്കേറ്റിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന പദം ഉത്ഭവിച്ചത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം: വാട്ട് ഡു യു കോൾ എ പേഴ്സൺ ഹൂ ഇനിഷ്യേറ്റ്സ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്? ആശയവിനിമയ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുന്ന വ്യക്തിയെ എന്ത് വിളിക്കുന്നു? ആൻസർ: സെൻഡർ എന്നുള്ളതാണ്. മെസ്സേജ് അയച്ച ആൾ, ആശയവിനിമയം നടത്തുന്ന ആൾ. അടുത്ത മൂന്നാമത്തെ ചോദ്യം: വാട്ട് ആർ ദ ഇൻവെൻഷൻസ് ദാറ്റ് വെർ മൈൽസ്റ്റോൺസ് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ആശയവിനിമയ രംഗത്ത് നാഴികക്കല്ലുകളായ കണ്ടുപിടുത്തങ്ങൾ ഏതെല്ലാമാണ്? ഞാൻ ആൻസർ കാണിക്കുന്നത് നോക്കിയാൽ മതി. പേപ്പർ പ്രിൻറ്റിംഗ്. അടുത്ത നാലാമത്തെ ചോദ്യം: വിച്ച് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഏറ്റവും ഫലപ്രദമായ ആശയവിനിമയ ശൈലി ഏതാണ്? ആൻസർ: അസർട്ടീവ്. അഞ്ചാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എക്സംപ്ലൈഡ് ഇൻ ബുള്ളിയിങ്? ഭീഷണിപ്പെടുത്തലിലോ, ഇതിനാണ് ബുള്ളിയിങ് എന്ന് പറയുന്നത്, ഗുഡായിസത്തിലോ കാണപ്പെടുന്ന ആശയവിനിമയ ശൈലി ഏതാണ്? ആൻസർ: അഗ്രസീവ്. അടുത്ത ആറാമത്തെ ചോദ്യം: വിച്ച് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ റിഫ്ലക്ട്സ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്? ആത്മവിശ്വാസമില്ലായ്മയെ പ്രതിഫലിപ്പിക്കുന്ന ആശയവിനിമയ ശൈലി ഏതാണ്? ആൻസർ: പാസീവ് എന്നുള്ളതാണ്. അടുത്ത ഏഴാമത്തെ ചോദ്യം: വാട്ട് ഈസ് വൺ വേ കമ്മ്യൂണിക്കേഷൻ? വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ആൻസർ: ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ഫ്രോം ദ സെൻഡർ ടു റിസീവർ ആൻഡ് ദെയർ ഈസ് നോ സ്കോപ്പ് ഫോർ എ ഫീഡ്ബാക്ക്. അയക്കുന്നയാളിൽ നിന്ന് സ്വീകർത്താവിലേക്കുള്ള വിവരങ്ങളുടെ ഒഴുക്ക്, അവിടെ പ്രതികരണത്തിന് യാതൊരു സാധ്യതയുമില്ല, ഇവിടെ ഫീഡ്ബാക്കിന് യാതൊരു സാധ്യതയുമില്ല. എട്ടാമത്തെ ചോദ്യം: ഹൂ ഡസ് എൻകോഡിങ്? അപ്പോൾ ആരാണ്
എൻകോഡിങ് ചെയ്യുന്നത് അത് സെൻഡറാണ്. 9ാമത്തെ ചോദ്യം, വാട്ട് ഷുഡ് എ റിസീവർ ഡു ദ മെസ്സേജ് ടു ഗെറ്റ് ഇറ്റ്സ് മീനിങ്? സന്ദേശത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ അത് സ്വീകരിക്കുന്നയാൾ എന്താണ് ചെയ്യേണ്ടത്? ആൻസർ ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ്. 10ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ 2 types ഓഫ് two-way കമ്മ്യൂണിക്കേഷൻ? two-way കമ്മ്യൂണിക്കേഷനിലെ രണ്ട് ടൈപ്പുകൾ ഏതൊക്കെയാണ്? two-way കമ്മ്യൂണിക്കേഷനിലുള്ള 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷനുകൾ ഏതൊക്കെയാണ്? ആൻസർ സിമെട്രിക്, അസിമെട്രിക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ നോട്ട്സ് ലഭിക്കേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.